നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വ്യക്തി മനസ്സ് ആദ്യം നന്നാവണം. നല്ല മനസ്സുള്ളവർ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സമൂഹ മനസാക്ഷിയും നന്മയുടെ പാതയിൽ ചരിക്കാൻ തുടങ്ങുന്നു. നല്ല സമൂഹത്തിൽ നിന്നും നല്ല വ്യക്തികൾ ഉണ്ടാകണമെന്നില്ല. നല്ല വ്യക്തികളിലൂടെ നല്ല സമൂഹം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ആദ്യം മാറ്റം വരേണ്ടത് മനസ്ഥിതിക്കാണ്. പിന്നെയാണ് പരിസ്ഥിതി. മനസ്ഥിതി മാറിയാൽ പരിസ്ഥിതി താനേ മാറിക്കൊള്ളും. മനസ്ഥിതി ഗൗനിക്കാതെ പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നത് വേര് മറന്ന് ഇലത്തലപ്പുകളിൽ വളം വയ്ക്കുന്നത് പോലെയാണ്. അത്തരം ആൾക്കാരുടെ ധാരണ പട്ടിയല്ല വാലാട്ടുന്നത്, വാല് പട്ടിയെ ആട്ടുകയാണ് എന്നാണ്. അതായത് മനസ്ഥിതി മാറ്റാതെ പരിസ്ഥിതി മാറ്റാൻ മുതിർന്നവർ വാല് പട്ടിയെ ആട്ടുകയാണെന്ന് ധരിക്കുന്നവരാണ്. അത് നിഷ്പ്രയോജനമാണ്, ഒരിക്കലും സാധ്യവുമല്ലത്. വാല് പട്ടിയെ ആട്ടിയാൽ പട്ടിയുടെ ഗതി എന്താകും? മനുഷ്യ മനസ്സ് തന്നെയാണ് വിധായകത്വമായും യധ്വംസകത്വമായും തീരുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കോ ബ്രാഹ്മണൈരുപാസ്യോ ഗായത്ര്യർക്കാഗ്നിഗോചര ശംഭുഃ ഗായത്ര്യാമാദിത്യേ ചാഗ്നൗ ശംഭൗ ച കിം नु തത്തത്വം. കോ ബ്രാഹ്മണൈരുപാസ്യോ ഗായത്ര്യർക്കാഗ്നിഗോചര ശംഭുഃ ഗായത്ര്യാമാദിത്യേ ചാഗ്നൗ ശംഭൗ ച കിം नु തത്തത്വം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. വേദം പഠിച്ചവരാണ് ബ്രാഹ്മണർ. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരാൽ ഉപാസിക്കപ്പെടേണ്ടവർ ആരെന്നാണ് പ്രശ്നോത്തര രത്നമാലികയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി ശംഭു എന്നാണ്. ആനന്ദത്തെ ജനിപ്പിക്കുന്നവനാണ് ശംഭു. ഗായത്രിയിലും അർക്കനിലും അഗ്നിയിലും ഉപാസകർക്ക് ഗോചരമായ ശംഭുവിനെയാണ് ബ്രാഹ്മണന്മാരാൽ ഉപാസിക്കപ്പെടേണ്ടത്. ഈ ഭാഗമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. പ്രശ്നോത്തര രത്നമാലികയിൽ 60 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് കോ ബ്രാഹ്മണൈരുപാസ്യോ ഗായത്ര്യർക്കാഗ്നിഗോചര ശംഭുഃ ഗായത്ര്യാമാദിത്യേ ചാഗ്നൗ ശംഭൗ ച കിം नु തത്തത്വം. കോ ബ്രാഹ്മണൈരുപാസ്യോ ഗായത്ര്യർക്കാഗ്നിഗോചര ശംഭുഃ ഗായത്ര്യാമാദിത്യേ ചാഗ്നൗ ശംഭൗ ച കിം नु തത്തത്വം.
കഹ ബ്രാഹ്മണൈ ഉപാസ്യ 165-ാമത്തെ ചോദ്യമാണ്. ബ്രാഹ്മണൈ ഉപാസ്യ കഹ, ബ്രാഹ്മണന്മാരാൽ ഉപാസിക്കപ്പെടേണ്ടവൻ ആര്? വേദ പഠനം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്. സത്വഗുണപ്രധാനമായ ഗുണഘടനയോട് കൂടിയവർക്കേ വാസ്തവത്തിൽ വേദം പഠിക്കാനും കഴിയൂ. അതിനനുസൃതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളതും ബ്രാഹ്മണനുമായി ചേർത്ത് പറയേണ്ടതാണ്. ഉദാഹരണം അധ്യാപനം, യജനം ഒക്കെ. അപ്പോൾ യജ്ഞം നിർവഹിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ ബ്രാഹ്മണ വൃത്തികളാണ്. അതിനുചിതമായ സത്വഗുണപ്രധാനമായ ഗുണഘടനയും വേണം, ശാസ്ത്ര പഠനവും വേണം. ഇതെല്ലാം ചേരുമ്പോഴാണ് ബ്രാഹ്മണനാവുന്നത്. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരാൽ ഉപാസിക്കത്തക്കവനാര്, ഉപാസിക്കപ്പെടേണ്ടവനാര്? മറുപടി ഗായത്രി അർക്കാഗ്നി ഗോചര ശംഭു. ശംഭുവാണ് ബ്രാഹ്മണരാൽ ഉപാസിക്കപ്പെടേണ്ടത്. ഇതിനകം പല പ്രാവശ്യം നമ്മൾ ഈ ഒരു കൃതി പഠിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. വിഷ്ണു, ശിവൻ തുടങ്ങിയ ഭേദങ്ങൾ ഈശ്വരനിലില്ല. ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവന്മാർ വിഷ്ണുവെന്നും പറയുന്നതെല്ലാം ഒരേ തത്വമാണ്, ഒരേ ഈശ്വരനാണ്. ഒരു സർവേശ്വരനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് പറയാൻ ഹേതു ചില സ്ഥലത്ത് ശംഭു എന്ന് കാണും, ചില സ്ഥലത്ത് വിഷ്ണു എന്ന് കാണും, ചില ശങ്കരൻ എന്ന് കാണും, മുകുന്ദൻ എന്ന് കാണും. അപ്പം ഇവിടെ ശൈവ വൈഷ്ണവാദി ഭേദം വിവക്ഷിതമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആരാണ് ഉപാസിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ ശംഭു എന്ന് പറഞ്ഞു. ഏത് ശംഭു? എങ്ങനെയുള്ള ശംഭു? ശംഭു ശബ്ദത്തിന് ശം ഭാവയതി ഇതി ശംഭു. ശം സുഖത്തെ, ആനന്ദത്തെ, ഭാവയതി ഭവിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ആരോ അവൻ ശംഭു. ശം ആനന്ദം ആരിൽ നിന്നുണ്ടാവുന്നു അവനാണ് ശംഭു. ഏത് ശംഭു? പറയുകയാണ് ഗായത്രി അർക്കാഗ്നി ഗോചര. ഗായത്രി, അർക്കൻ, അഗ്നി ഇവയിൽ ഗോചരനായ ശംഭു. ബ്രാഹ്മണനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായതാണ് ഗായത്രി ഉപാസന. ഉപനയന സംസ്കാര വേളയിൽ ഗായത്രി മന്ത്രം സ്വീകരിച്ച് അതിൻ്റെ ബാഹ്യ ചിഹ്നങ്ങൾ അണിഞ്ഞ് ബ്രാഹ്മണൻ ദിവസവും ഉപാസിക്കുന്നു. നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്നുള്ള ഗായത്രി മന്ത്രം ദിവസവും 2 സന്ധ്യകളിലും ഉപാസിക്കുന്നു, അഥവാ ഉപാസിച്ചേ മതിയാവും. അതുകൊണ്ട് ബ്രാഹ്മണനെ സംബന്ധിച്ച് ഗായത്രി പ്രഥമമാണ്. ആ ഗായത്രിയിൽ യാതൊരു ദേവൻ ഉപാസിക്കപ്പെടുന്നുവോ അതാണ് ഗായത്രി ഗോചരനായ ശംഭു. അർക്കൻ എന്നാൽ സൂര്യൻ. ഇപ്പോൾ സൂര്യമണ്ഡലത്തിൽ യാതൊരു ശംഭു ഭാവന ചെയ്യപ്പെടുന്നുണ്ടോ അവൻ? ധ്യേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ. ധ്യേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ പ്രസിദ്ധമാണ്. സൂര്യമണ്ഡല മധ്യവർത്തിയായ നാരായണൻ ധ്യാനിക്കപ്പെടേണ്ടവനാകുന്നു. 2 സന്ധ്യകളിലും ഗായത്രി മന്ത്രപൂർവം ഉപാസിക്കുന്നത് ആ സൂര്യമണ്ഡലസ്ഥനായ നാരായണനെയാണ്. എന്നാൽ ഇവിടെ അർക്കഗോചര ശംഭു എന്ന് പറഞ്ഞു. ആ സൂര്യമണ്ഡലത്തിൽ ധ്യാനിക്കപ്പെടുന്നതായ ശംഭു. നോക്കൂ, ഇത്ര സ്പഷ്ടമായിട്ട് ശിവവിഷ്ണു ഐക്യം മറ്റെങ്ങനെ പറയും? ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ. അതുപോലെ അഗ്നിഗോചര, അഗ്നിമണ്ഡലത്തിൽ യാതൊരു ശംഭുവുണ്ടോ? ബ്രാഹ്മണനെ സംബന്ധിച്ച് നിത്യം അഗ്നിഹോത്രം വിഹിതമാണ്. അങ്ങനെയുള്ളതായ അഗ്നിയിൽ യാതൊരു ഭഗവാനാണോ ഭാവന ചെയ്യപ്പെടുന്നത് അവനാണ്. അപ്പോൾ ഗായത്രി അർക്കാഗ്നി ഗോചര ശംഭു. ഗായത്രിയിലും സൂര്യനിലും അഗ്നിയിലും യാതൊരു ശംഭു ഗോചരനാണോ? ആർക്ക് ഗോചരൻ? ഉപാസകർക്ക് ഗോചരൻ. അങ്ങനെയുള്ള ശംഭുവാണ്
ബ്രാഹ്മണന്മാരാൽ ദിവസവും ഉപാസിക്കപ്പെടേണ്ടത് വളരെ ശ്രദ്ധേയമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം പ്രതീശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഒരു ജീവിതത്തെ സുന്ദരമാക്കി തീർക്കുന്നത് സംതൃപ്തിയാണ്. പക്ഷേ ലഭിക്കാൻ അത്ര എളുപ്പമല്ല. സംതൃപ്തി എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണതയുണ്ട് അവിടെ. ആ പൂർണ്ണതയോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് സൗകര്യങ്ങളൊക്കെ തരും, ഇല്ലെന്നൊരിക്കലും പറയാൻ സാധ്യമല്ല. ധാരാളം സൗകര്യങ്ങൾ, ധാരാളം ആനന്ദം തരുന്ന കാര്യങ്ങൾ, വിനോദങ്ങൾ, അങ്ങനെ പലതും ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, അതിൻ്റെ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ ആ വസ്തുക്കളിലൊക്കെ ഉണ്ട്. അതില്ലെന്ന് നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും വിഡ്ഢിത്തരമാണ്. അതിലും ഒരു സുഖമുണ്ട്, മനുഷ്യനത് കാണുന്നുണ്ട്, ആ സുഖം അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ ഈ സൗകര്യങ്ങളും ഉള്ളവർ പോലും അവർ വീണ്ടും എന്തോ ഒന്ന് അന്വേഷിക്കുന്നു. ഒരു പോരായ്മ, ഒരു തൃപ്തിയില്ലായ്മ അന്വേഷിക്കുന്നുണ്ട്. അവർ വേറെന്തോ അന്വേഷിക്കുന്നുണ്ട്. അവ എന്താണ് അന്വേഷിക്കുന്നത്? നമുക്ക് വേണ്ടത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു നിരാശരുടെ ലോകമല്ലല്ലോ. സൗകര്യങ്ങളൊക്കെ ഉള്ള കുറേ നിരാശരായി ഒരുമിച്ച് കൂടിയ ഒരു ലോകം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് വിചിത്രമായിരിക്കും. നമുക്കതല്ല വേണ്ടത്. അവരെന്താണ് അന്വേഷിക്കുന്നത്? സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് തൃപ്തിയില്ലാതെ മറ്റ് പലതും അന്വേഷിക്കുന്നു? അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അവിടെ വേറെന്തോ അവർക്ക് നേടാനുണ്ട്, അല്ലെങ്കിൽ അതിലും വലുത് അവരെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അതിലും വലുതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഭാരതീയ സംസ്കൃതിയിലെ ആചാര്യന്മാരുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അമ്മ പറയുന്നുണ്ട്, ലോകം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണെന്ന്. സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാം ഇല്ലേ? മനോഹരമായിരിക്കും അത്, അതിനകത്ത് മുഴുവൻ AC ആയിരിക്കും. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും ഏകദേശം പല വിഭാഗത്തിൽപ്പെട്ട, പല തരത്തിൽപ്പെട്ട, നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആരെങ്കിലും അവിടെ കയറിയിട്ട് ഒരു പാത്രത്തിൽ കുറേ വസ്തുക്കളെടുത്ത് കയറ്റിയിട്ട് പോരാൻ തയ്യാറാകുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ബില്ല് കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് സാധ്യമല്ല. ഒരുപാട് വസ്തുക്കൾ ഇരിക്കുന്നുണ്ട്, ആ വസ്തുക്കളെല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഒരു വിവേകം അവിടെ ഉണ്ടല്ലോ. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ബില്ല് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിനും ഒരു തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി, വിവേകം നമ്മൾ കാണിക്കണം. ആവശ്യത്തിന് സമ്പാദിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിത്രശലഭത്തെ പോലെ സഞ്ചരിക്കുക എന്നൊരു വാചകമുണ്ട്. ഒരു ജ്ഞാനി ശലഭത്തെ പോലെയാണെന്ന് പറയാറുണ്ട്. കാരണം ജ്ഞാനി മറ്റുള്ളവർക്ക് കണ്ണിൽ, അതായത് അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്, അതേസമയം അത് ഒരു ബന്ധവുമില്ലാതെ തന്നെ പാറി പറന്ന് നടക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനി ഒരു ശലഭത്തെ പോലെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ബന്ധവുമില്ല, അതേസമയം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടാകാനുള്ള മനുഷ്യൻ്റെ കഴിവ് എങ്ങനെ ഉണ്ടാകും? ഒരു ഗുരുവിൽ നിന്ന് സത്യത്തെ ഗ്രഹിച്ച് നമ്മൾ ആത്മതത്വത്തെ തിരയാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നത് അവിദ്യ മാത്രമായിരിക്കും. ആ അവിദ്യയാണ് നമുക്ക് ദോഷമായി തരുന്നത്. ആ അവിദ്യ നമുക്ക് കാമത്തെ ഉണ്ടാക്കും.
അതുകൊണ്ടിൽ നിന്നുണ്ടാകുന്ന കർമ്മപ്രേരണയുണ്ടാകും, അവിടെ നിന്നുണ്ടാകുന്ന കർമ്മഫലമുണ്ടാകും, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാസനയുണ്ടാകും. അപ്പോൾ ആ വാസന വീണ്ടും സഞ്ചയിച്ച് അത് വീണ്ടും കർമ്മമാകുന്നു, വീണ്ടും വാസനയാകുന്നു. ഇങ്ങനെ ഒരു ചക്രമായിട്ടത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മതത്വം എന്ന് പറയുന്ന സമയത്ത് പലർക്കും അത് അത്ര രുചിക്കുകയില്ല, ഒന്ന് മുഖം ചുളിയും. ഈ ആത്മതത്വം എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണ്ടതാണോ, നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ തോന്നും. അപ്പോൾ അവിടെ ചിന്തിക്കണം നമ്മൾ. അമ്മ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെ പാടെ തള്ളിക്കളയണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ അമ്മ പറയുന്നത് ശരിയായിട്ടുള്ള ആനന്ദം അതിലല്ല എന്ന് തിരിച്ചറിയണമെന്നാണ്. ഒന്നും ഉപേക്ഷിക്കണം നമ്മൾ പറയാറില്ല, സൗകര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയാറില്ല, നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം എടുക്കണമെന്ന് എടുക്കണ്ട എന്നും അമ്മ പറയാറില്ല. പക്ഷേ ശരിയായ ആനന്ദം അതിലല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം എന്നാണ് പറയുന്നത്. അതായത് പഴത്തിൻ്റെ തോലിലല്ല, അതിൻ്റെ കാമ്പിലാണ് മധുരം എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി, നമ്മളപ്പോൾ എന്ത് ചെയ്തു? ഭയം കാരണം ഉറങ്ങിയ പോലെ നടിച്ചു കിടന്നു. കള്ളനാകട്ടെ എല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ കയറുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ സാധാരണ വീട്ടിൽ നമ്മൾ ചെയ്യും, ഒരു ബൾബ്, ഒരു ലൈറ്റ് നമ്മൾ കത്തിച്ചിടും. എന്താ? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കാണേണ്ടൊരാവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഇരുട്ടിൽ നമ്മൾ തട്ടി വീഴാതിരിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ രാഗദ്വേഷങ്ങൾ കയറുമ്പോൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്ന ഒരു ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകും. ആ ലൈറ്റ് ഓൺ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവാനായിരിക്കണം. ആ ശ്രദ്ധ വിട്ടുപോയാൽ തീർച്ചയായിട്ടും ആ കള്ളൻ നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് പോയതുപോലെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള നല്ലതിനെയും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ രാഗദ്വേഷങ്ങൾ കയറുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഉണർവും ഈശ്വരനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവും പ്രാർത്ഥനയുമെല്ലാം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. गणपतये नमः। ॐ मङ्गलनिधिये नमः। ॐ गं गणपतये नमः। ॐ मङ्गलनिधिये नमः। പഴവങ്ങ
പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുക്കഴലെത്തിച്ചീടണേ. ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുക്കഴലെത്തിച്ചീടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ.